Hello friends, welcome to Resolute Academy. In the coding decoding chapter and the third part on discuss so കഴിഞ്ഞ part ആയിട്ട് നമ്മൾ രണ്ട് type questions discuss ചെയ്തിട്ടുണ്ട്. Now we will discuss third type of question. Okay, again this type of question is very important from bank and SSC point of view, so please understand, observe it very carefully, and വളരെ simple question ആണ്. Okay, so question നോക്ക് ഇവിടെ, so I'll just drag it down. ഇവിടെ നമുക്ക് ഇപ്പർ സൈഡിൽ ഈ സൈഡിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇപ്പർ സൈഡിൽ കുറച്ച് കോഡ്സ് ഉണ്ട്. ഇവിടെ ഇപ്പം ന്യൂയുടെ കോഡ് SSC എന്നാണെന്നോ അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ കോഡ് TP ആണെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്, അത് കറസ്പോണ്ടിങ് കോഡ്സ് അല്ല, നമുക്ക് കണ്ടുപിടിക്കണം കോഡ്സ് ഓരോ വേർഡിൻ്റെ എന്താണെന്ന്. നൗ സി, അപ്പോൾ ഇതേപോലെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, 4 സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 2-3 വേർഡ്സ് ഉണ്ട്, 3-4 വേർഡ്സ് ഉണ്ട്, ഇപ്പർ സൈഡിലും അതേപോലെ കോഡ്സ് ഉണ്ട്. സോ നമുക്കിതിൽ ഏത് വേർഡിൻ്റെ കോഡാണ്, ഏത് വേർഡിന് ഏത് കോഡ് കിട്ടും, ഇതാണ് നോക്കേണ്ടത്. ഇതേപോലെ ഒരു സിമിലർ ടൈപ്പ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ഇതേപോലെ തന്നെ വേർഡ്സും ഇതേപോലെ കോഡ്സും തന്നിട്ടുണ്ടാവും. ഈ രണ്ടിലെ ഡിഫറൻസ് എന്തായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്, ഈ വേർഡ്സിൽ ചില വേർഡ്സ് ഇവിടെ, പല വേർഡ്സ് ഇവിടെ റിപ്പീറ്റ് ആവുന്നുണ്ടോ ഇല്ലേ, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. വേർഡ്സ് റിപ്പീറ്റ് ആവുന്നുണ്ടോ ഇല്ലേ, ഇവിടെ നോക്ക്. ഈ ബാങ്കിങ് സിസ്റ്റം എന്നുള്ള വേർഡ് രണ്ടിടത്ത് വരുന്നുണ്ട്. യൂണിഫോം ഇല്ല, ഓഫീസർ വരുന്നുണ്ട്, അതേപോലെ ബാങ്ക് വരുന്നുണ്ട്, ന്യൂ വരുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ട്. സോ പല വേർഡ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്, അതേപോലെ കോഡ്സ് ഇവിടെ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റനിൽ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതിലും ഞാൻ പറഞ്ഞ വേറൊരു ടൈപ്പ് ക്വസ്റ്റനിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റനിൽ നമുക്ക് വേർഡ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്, കോഡ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന അപ്രോച്ചിലാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ അതിന് വേറൊരു ടൈപ്പ് ക്വസ്റ്റനിൽ ഇതേപോലെ വേർഡ്സ് റിപ്പീറ്റ് ആവില്ല. അതിന് നമ്മൾ വേറൊരു അപ്രോച്ച് ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നോക്കും. സോ ഇവിടെ ഞാൻ മനസ്സിലാക്കുക, അതിനെ തന്നെയാണ് ചിലർ ചൈനീസ് കോഡിംഗ് എന്നൊക്കെ പേരിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാം കോഡിംഗ് ഡിക്കോഡിംഗ് തന്നെ വേറെ ഷോ ഓഫിന് വേണ്ടി കുറേ പേരുകൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്യും? ഇതിനെ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ആ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു വേർഡ് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 2 സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി ചേർത്ത് ഒരു വേർഡ് കോമൺ ആയിട്ട് കിട്ടണം. 2 വേർഡ് കോമൺ ആയിട്ട് ഇരുന്നാൽ പറ്റില്ല, കാരണം 2 വേർഡ് ഇവിടെ കോമൺ വരുവാണെങ്കിൽ ഇവിടെ 2 കോഡും കോമൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വേർഡിന് ഏത് കോഡാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ 2 സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വേർഡ് കോമൺ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. ആദ്യം ഈ സൈഡ് മാത്രം നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ന്യൂ ബാങ്കിങ് സിസ്റ്റംസ് ആണ്, ഓഫീസർ ഇൻ യൂണിഫോം ആണ്. ഇതിനകത്ത് രണ്ടിനകത്ത് എന്താണ്, ഒന്നും കോമൺ ഇല്ല. ഓക്കെ, സോ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് സെക്കൻഡ് ട്രൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തേർഡ്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോർത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തേർഡ്, സെക്കൻഡ് ഫോർത്ത്, പിന്നെ തേർഡ് ഫോർത്ത്. ഈ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലാ കോഡ്സും നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാം ക്ലിയർ ആയിട്ട്. സി, ഇപ്പോൾ നിങ്ങൾ ക്ലറിക്കൽ ലെവൽ എക്സാംസ് എഴുതുകയാണ്, പ്രിലിംസ് ഒക്കെ എഴുതുകയാണെങ്കിൽ ചില സമയത്ത് ഇറ്റ്സ് പോസിബിൾ ദാറ്റ് നിങ്ങൾ ക്വസ്റ്റനിൽ നോക്കുകയാണ്, ക്വസ്റ്റനിൽ ആദ്യമേ ക്വസ്റ്റൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ കോഡ് ഫോർ ബാങ്ക്. സോ ചിലപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇതേപോലെ എല്ലാം കമ്പയർ ചെയ്ത് സോൾവ് ചെയ്യാതെ തന്നെ ബാങ്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനത്തെ കിട്ടും, അവിടെ ബാങ്ക് മാത്രമേ കോമൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് അതേപോലെ അപ്പർ സൈഡിൽ അതേ 2 സ്റ്റേറ്റ്മെൻറ്റ് കോഡ്സിൽ ഏതെങ്കിലും 2 കോമൺ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റൻസിൽ അങ്ങനെ ചെയ്യാം. ബട്ട് ദർ ആർ സർട്ടൻ ക്വസ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ മെയിൻസിലൊക്കെ വരുമ്പോഴെന്താണ്, എല്ലാം ഡീകോഡ് ചെയ്താൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസും ഉണ്ട്. സോ ഞാനിപ്പോൾ എല്ലാം ഡീകോഡ് ചെയ്യാൻ പറഞ്ഞുതരാം, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലിപ്പോൾ എല്ലാം ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത് വിത്ത് പ്രാക്ടീസ് ഇറ്റ് വിൽ കം. ബട്ട് വെൻ ഐ എം ടീച്ചിങ് ഐ ഹാവ് ടു ടീച്ച് എവറിഥിങ്. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഒന്നും കോമൺ ഇല്ല, അത് വിട്ടു. അടുത്ത് ഫസ്റ്റും തേർഡും നോക്കി. ഫസ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ന്യൂ എന്നുള്ള വേർഡ് കോമൺ ആണ്. ഫസ്റ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ന്യൂ കോമൺ ആണ്. അതുപോലെ ഫസ്റ്റും തേർഡിൽ കോഡ് നോക്കുമ്പോൾ എനിക്ക് NA എന്നുള്ള കോഡ് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ന്യൂ എന്നുള്ള വേർഡിൻ്റെ കോഡ് എന്താണ്, ന്യൂവിൻ്റെ കോഡ് NA ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റിലും തേർഡിലും ആ കൂടി ഒരു വേർഡ് മാത്രമേ കോമൺ ഉള്ളൂ. അതുപോലെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റിലുള്ള കോഡ്സിനകത്ത് SSTP NA OR BK NA മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും, ന്യൂയുടെ കോഡ് NA ആണ്. കിട്ടുന്ന കോഡിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. നിങ്ങൾക്ക് എഴുതാതെ തന്നെ മൈൻഡിൽ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1-2 കഴിഞ്ഞു, 1-3 കഴിഞ്ഞു, അടുത്ത് 1-4. സോ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഓർഡർ ഫോളോ ചെയ്യുക. ഇപ്പം നമുക്ക് 5 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓർഡർ എന്തായിരിക്കും, 1-2, 1-3, 1-4, 1-5. അത് കഴിഞ്ഞിട്ട് 1ൻ്റെ കൂടെ ഉള്ള എല്ലാം കമ്പാരിസൺ കഴിഞ്ഞില്ല, അടുത്ത് 2-3, 2-4, 2-5. അത് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞു, പിന്നെ 3-4, 3-5, പിന്നെ 4-5. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കവർ ആവും. ഇത് അധികം സമയമൊന്നും എടുക്കില്ല. സോ ഫസ്റ്റും ഫോർത്തിലും നമുക്ക് എന്തൊക്കെ കോമൺ ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ഫസ്റ്റും ഫോർത്തിലും നമുക്ക്
ഒരു വേർഡ് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്, സിസ്റ്റംസ്, വേറെ ഒന്നും കോമൺ ഇല്ല. സോ ഫസ്റ്റും ഫോർത്തിലും സിസ്റ്റംസ് കോമൺ ഉണ്ട്. അതുപോലെ ഫസ്റ്റും ഫോർത്തിൻ്റെ കോഡിലോ SS കോമൺ ഉണ്ട്. സോ സിസ്റ്റം എന്നുള്ള വാക്കിൻ്റെ കോഡ് SS ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത്. സോ നമ്മൾ 1-2 കഴിഞ്ഞു, 1-3 കഴിഞ്ഞു, 1-4 കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് 2-3 ആണ്. രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് കോമൺ ഉള്ളത്? ഓഫീസർ എന്നുള്ള വേർഡ് കോമൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്ത് തനിയെ ആദ്യം നോക്കിയിട്ട് വേണം ഇവിടെ നോക്കാൻ, അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ കോഡിനകത്ത് OR കോമൺ ഉണ്ട്. സോ ഓഫീസറിൻ്റെ കോഡ് എന്താണ്? OR ആണ്. ഓഫീസറിൻ്റെ കോഡ് OR ആണ്. ഇനി സോ 2-3 കഴിഞ്ഞു, അടുത്ത് 2-4 നോക്കുക. സെക്കൻഡിലും ഫോർത്തിൽ എന്താണ് കോമൺ ഉള്ളത്? ഇന്ന് കോമൺ ഉണ്ട്. അതുപോലെ ഇവിടെ സെക്കൻഡിലും ഫോർത്തിൽ എന്ത് കോമൺ ഉണ്ട്? അറ്റ് കോമൺ ഉണ്ട്. സോ ഇന്നിൻ്റെ കോഡ് എന്താണ് കിട്ടുന്നത്? അറ്റാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് കമ്പാരിസൺ ചെയ്യാനുള്ളത് ഇത് രണ്ടുമാണ്, 3ഉം 4ഉം. അവിടെ നമുക്ക് കോമൺ ഉള്ളത് ബാങ്ക് ആണ്. സോ ബാങ്കിന് കോഡ് എന്താ വരിക? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ആ കൂടി കോമൺ BK ആണ്. സോ ബാങ്കിൻ്റെ കോഡ് BK. സോ നമ്മൾ ബേസിക്കലി കമ്പയർ ചെയ്യേണ്ടതെല്ലാം കമ്പയർ ചെയ്തു. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തതല്ലേ, മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. കട്ട് ചെയ്യാത്ത വേർഡ് ഏതാ കണ്ട? ബാങ്കിങ്ങിൻ്റെ കോഡ് നമുക്ക് ആദ്യം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നോക്ക്, ഇവിടെ ഒരു വേർഡ് മാത്രമേ ഉണ്ട്, ഇവിടെയും ഒരു കോഡ് മാത്രമേ ബാക്കിയുള്ളൂ. സോ അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ഫിക്സ് ചെയ്യാം? ബാങ്കിങ് എന്നുള്ള ഈ ബാങ്കും ബാങ്കിങ്ങും വ്യത്യാസമാണ്. ബാങ്കിങ്ങിൻ്റെ കോഡ് എന്താണ്? TP ആണ്. ഓക്കെ, ഒരു വേർഡേ ബാക്കിയുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ നോക്ക്, യൂണിഫോം എന്നുള്ള ഒറ്റ വേർഡ് ബാക്കിയുള്ളൂ, ഇവിടെ MU എന്നുള്ള ഒറ്റ വേർഡേ ബാക്കിയുള്ളൂ. സോ യൂണിഫോമിൻ്റെ കോഡ് എന്താണ്? MU ആണ്. സോ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്ത് എല്ലാ വേർഡ്സിൻ്റെയും കോഡ്സ് കിട്ടി. ഇനി ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമായിരിക്കും. സബ് ക്വസ്റ്റ്യൻസ് ആർ വെരി സിമ്പിൾ. സോ ഇവിടെ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ഈസ് ദ കോഡ് ഫോർ ബാങ്ക്? ബാങ്കിൻ്റെ കോഡ് എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ? BK. സോ ഇവിടെ ആൻസർ BK ആണ്. ഓക്കെ, നൗ ഞാൻ വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സപ്പോസ് ഫോർ എക്സാമ്പിൾ അവർ ചോദിക്കാം, വാട്ട് ഈസ് ദ കോഡ് ഫോർ ബാങ്ക്? വാട്ട് ഈസ് ദ കോഡ് ഫോർ ബാങ്ക് ഓഫീസർ ന്യൂ? ബാങ്ക് ഓഫീസർ ന്യൂ. ഓക്കെ, ഇതിൽ ഞാൻ ഓപ്ഷൻസ് തരാണ്. ഫസ്റ്റ് ഓപ്ഷൻ തരാണ് BK TP NA. സെക്കൻഡ് ഓപ്ഷൻ തരാണ് OR BK NA. തേർഡ് ഓപ്ഷൻ തരാണ് OR MU BK. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ തരാണ് SS BK OR. ആൻഡ് ഫിഫ്ത്ത് ഓപ്ഷൻ ഇത് ഈ നൺ ഓഫ് ദിസ് കിടപ്പുണ്ടെന്ന് വിചാരിച്ചോ. ഫിഫ്ത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ എന്തായിരിക്കും? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറ. ബാങ്ക് ഓഫീസർ ന്യൂ ആണ് നമ്മളെ വേർഡ്, അതിൻ്റെ കോഡ് എന്തായിരിക്കും നിങ്ങൾ ആൻസർ വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ബാങ്കിൻ്റെ കോഡ് എന്താണ്? BK ആണ്. ഓഫീസറിൻ്റെ കോഡ് OR ആണ്. ഓക്കെ, ബാങ്കിൻ്റെ കോഡ് BK, ഓഫീസറിൻ്റെ കോഡ് BK OR. ഇതിൻ്റെ ന്യൂയുടെ കോഡ് എന്താണ്? NA ആണ്. റൈറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ BK ഉണ്ട്, NA ഉണ്ട്, പക്ഷേ OR ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പോയി. സെക്കൻഡ് ഓപ്ഷനിൽ OR ഉണ്ട്, ഓക്കെ, BK ഉണ്ട്, ഓക്കെ, NA ഉണ്ട്. ഇതൊരു പ്രോബബിൾ ആൻസർ ആണ്. തേർഡ് ഓപ്ഷനിൽ ORഉം BK ഉണ്ട്, പക്ഷേ NA ഇല്ല. സോ അത് പോയി. ഫോർത്ത് ഓപ്ഷനിൽ SS BK OR അതും പറ്റില്ല. സോ നമ്മൾ ആ കൂടി ഒരേ ഒരു ഓപ്ഷനിലാണ് എന്താണ് നമ്മൾ ഈ പറയുന്ന 3 കോഡ്സ് കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ കിടക്കുന്ന നമുക്ക് തന്നിക്കുന്ന വേർഡ്സിൻ്റെ ഓർഡറും ഈ കോഡിൻ്റെ ഓർഡറും വ്യത്യാസമാണ്. ഞാൻ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നൺ ഓഫ് ദിസ് മാർക്ക് ചെയ്യരുത്. നൺ ഓഫ് ദിസ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ 3 വേർഡിൻ്റെ കോഡ് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ മാത്രമാണ് കിടക്കണമെന്ന് വിചാരിച്ചോ. 3 വേർഡ്സിൻ്റെയും കോഡ് ഒരു ഓപ്ഷനിൽ മാത്രം കിടക്കുകയാണ്. എന്നിട്ട് അവിടെ ഓർഡർ കറക്റ്റ് ഓർഡറിലാണ് അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ പോലും അത് നമ്മളെ കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ മാത്രം 3 വേർഡ്സിൻ്റെയും കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ മാറ്റർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്ക്, ഈവൻ ദോ BK OR NA ആണ് കറക്റ്റ് ഓർഡറെങ്കിലും ഈ 3 കോഡും ഈ ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ. സോ ദിസ് ഈസ് ആർ ആൻസർ. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി സപ്പോസ് ഞാൻ ചെറിയൊരു മാറ്റം വരുത്താം. ഇവിടെ ഈ 4ാമത്തെ ഓപ്ഷൻ ഞാൻ മാറ്റിയിട്ട് ഐ വിൽ ജസ്റ്റ് ചേഞ്ച് ദിസ് 4th ഓപ്ഷൻ. 4ാമത്തെ ഓപ്ഷൻ ഞാൻ പറയാണ്, ഓക്കെ, ഇറ്റ് വിൽ ബി BK OR NA. BK OR NA. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താവും? ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസിൽ ഇവിടെ ഉണ്ട് ഈ 3 കോഡ്, ഇവിടെ ഉണ്ട് 3 കോഡ്. സോ 2 ഓപ്ഷൻസിൽ നമ്മൾ 3 കോഡും കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും ആൻസർ ചൂസ് ചെയ്യണത്? കറക്റ്റ് ഓർഡറിലുള്ള ആൻസർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ ഈ ഇതിലും ഉണ്ട് നമുക്ക് 3 വേർഡ് കോഡും, ഇവിടെ 3 ഉണ്ട്. പക്ഷേ ഇവിടെ കറക്റ്റ് ഓർഡർ ഏതാണ്? BK OR NA എന്നുള്ള ഓർഡറാണ് കറക്റ്റ്. സോ ദിസ് വിൽ ബി ആർ ആൻസർ.
ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് മേക്ക് ഷുവർ ഇതിനെ എഴുതിയെടുക്കുക, കാരണം എനിക്ക് അടുത്തൊരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി എനിക്കിത് മാറ്റേണ്ടി വരും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഫൈൻ, ഞാനിതിനെ ഒന്ന് റബ്ബ് ചെയ്ത് കളയാം. അടുത്തൊരു കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് ഞാനൊരു വേർഡ് ഇങ്ങനെ പറയാണ്, വാട്ട് ഈസ് ദ കോഡ് ഫോർ ന്യൂ പീപ്പിൾ? ന്യൂ പീപ്പിൾ അല്ല, ഇങ്ങനെ വേണ്ട, ന്യൂ ബാങ്ക് പീപ്പിൾ. ന്യൂ ബാങ്ക് പീപ്പിളിൻ്റെ കോഡ് എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇടുകയാണ് ഞാൻ. സോ BKNAMU. ഓക്കെ, അടുത്ത സെക്കൻഡ് ഓപ്ഷൻ പറയാണ്, സേ NABKTP. തേർഡ് ഓപ്ഷൻ ഞാൻ തരാണ്, IJBKNA. ഫോർത്ത് ഓപ്ഷൻ ഞാൻ പറയാണ് MUBKSS. സോ ഇതിൽ എന്തായിരിക്കും ആൻസർ? ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാനും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ന്യൂയുടെ കോഡ് നമുക്കറിയാം, ന്യൂയുടെ കോഡ് എന്നെ ആണെന്ന് നമുക്കറിയാം. സോ ഞാനിവിടെ എന്നെ എഴുതി. BK ഞാൻ ജസ്റ്റ് എഴുതി കാണിക്കുന്നതാണ്, നിങ്ങൾ എക്സാമിൽ എഴുതേണ്ട ആവശ്യമില്ല. ബാങ്കിൻ്റെ കോഡ് നമുക്ക് BK ആണെന്ന് അറിയാം. പക്ഷേ പീപ്പിൾ എന്നുള്ള വാക്ക് നമുക്കിവിടെ ഒരിടത്തും ഇല്ല. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് ക്വസ്റ്റനിൽ ഇവിടെ തന്നേക്കുന്ന വേർഡ്സിൽ അല്ലാത്തൊരു പുതിയ വേർഡ് തരാണെങ്കിൽ നമുക്ക് ഓപ്ഷനിലും ഇവിടെ ഒന്നും യൂസ് ചെയ്യാത്തൊരു പുതിയ കോഡ് വേണം ഉണ്ടാവാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവണം. നമുക്ക് ഈ രണ്ട് വേർഡ് ഫെമിലിയർ ആണ്, അപ്പോൾ ഈ രണ്ടിൻ്റെ കോഡ് എന്തായാലും ആ വേർഡിനകത്ത് ഉണ്ടാവണം. പക്ഷേ ഈ മൂന്നാമത്തെ വേർഡ് ഇവിടെ ഒരിടത്തും ഇല്ല. അപ്പോൾ നമുക്ക് കോഡിലും ഇവിടെ ഒരിടത്തും ഇല്ലാത്തൊരു കോഡ് ഉണ്ടാവണം. ഇവിടെ നോക്ക്, BKNA ഓക്കെ ആണ്, പക്ഷേ MU നമുക്ക് എന്തിനു വേണ്ടിയുള്ള കോഡാണ്? MU നമുക്കിവിടെ യൂണിഫോമിൻ്റെ കോഡാണ്. പീപ്പിളിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പോയി. ഇവിടെ NA ഉണ്ട്, BK ഉണ്ട്, ഫൈൻ, ഈ രണ്ടിൻ്റെ കോഡുണ്ട്. പക്ഷേ TP നമുക്ക് ബാങ്കിങ്ങിന് വേണ്ടിയുള്ള കോഡാണ്, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്ക്, BK ഉണ്ട്, NA ഉണ്ട്, അപ്പോൾ ഈ രണ്ട് വേർഡ്സിനുള്ള കോഡായി. IJ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പീപ്പിൾ നമുക്കൊരു പുതിയ വേർഡാണ്, IJയും പുതിയ കോഡാണ്. സോ ദിസ് ഈസ് ആർ ആൻസർ. ലാസ്റ്റ് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ MUBKSS ഇതെന്തായാലും മാച്ച് ആവില്ല. നൺ ഓഫ് ദിസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും. സോ ഒരു പുതിയ വേർഡ് വരുവാണെങ്കിൽ ഒരു പുതിയ കോഡ് അതേപോലെ അതിനകത്ത് ഉണ്ടാവണം. ബാക്കിയുള്ള കോഡ്സ് മാച്ച് ആവണം, പക്ഷേ ആ വേർഡിന് വേണ്ടി പുതിയൊരു കോഡ് ഉണ്ടാവണം. ഓക്കെ, സോ ഇതാണ് ഞാൻ അടുത്ത പറഞ്ഞ ഇതിൽ വരാൻ സാധ്യതയുള്ളൊരു സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയെടുത്തോ. ആൻഡ് ഞാനിപ്പോൾ റബ്ബ് ചെയ്യാം, കാരണം നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബാങ്കിൻ്റെ കോഡ് നമുക്ക് അറിയാമായിരുന്നു BK ആണെന്ന്. BKOR സ്റ്റാൻഡ്സ് ഫോർ, BKOR എന്താണ്? ബാങ്ക് OR, ബാങ്കും ഓഫീസർ. സോ ബാങ്ക് ഓഫീസർ ഇതാ ഇവിടെ ഇതാണ് ഓപ്ഷൻ. കറക്റ്റ് ഓർഡർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരിടത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട്. ന്യൂ യൂണിഫോം. സോ ന്യൂ യൂണിഫോമിൻ്റെത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ടാക്കാം. സോ ന്യൂ യൂണിഫോമിൻ്റെ കോഡ് എന്ത്? ന്യൂ യൂണിഫോം ഇൻ ബാങ്ക്. സോ ന്യൂയുടെ കോഡ് NA ആണ്, യൂണിഫോമിൻ്റെ കോഡ് MU ആണ്, ഇന്നിൻ്റെ കോഡ് AT ആണ്, ബാങ്കിൻ്റെ കോഡ് BK. ഈ 4 കോഡും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒറ്റ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ NA ഉണ്ട്, MU ഉണ്ട്, AT ഉണ്ട്, BK ഉണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ഓർഡറിൽ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്ക്, MU ഉണ്ട്, NA ഉണ്ട്, BK ഉണ്ട്, AT ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻസിൽ നമുക്ക് കോഡുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റ് ഓർഡർ ഉള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസിനകത്ത് നമ്മൾ എല്ലാ കോഡ്സും അവൈലബിൾ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ഓർഡറിലുള്ളത് ചൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒരു ഡിഫിക്കൽട്ടിയും വരാറില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ജനറലി ഇപ്പം IBPS PO അല്ലെങ്കിൽ SBI PO പോലത്തെ മെയിൻസിൽ ചില സമയത്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് എങ്ങനെയാവും? നമ്മളിവിടെ ഇപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്തത്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്തു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 1, 3 അങ്ങനെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി. ചില സമയത്ത് ഏത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോമ്പിനേഷൻ എടുത്ത് നോക്കിയാലും നമുക്ക് ഒരു സിംഗിൾ വേർഡ് കോമൺ ആയിട്ട് കിട്ടില്ല. ഓക്കെ, ഒരു സിംഗിൾ വേർഡ് കോമൺ ആയിട്ട് കിട്ടില്ല. കാരണം രണ്ട് വേർഡ് കോമൺ ഉണ്ടാവും, ചിലപ്പോൾ 3 വേർഡ്സ് കോമൺ ഉണ്ടാവും, അപ്പുറത്ത് 3 കോഡ് കോമൺ ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പകരം ആദ്യത്തെ 3, ഓക്കെ 1, 2 ഇങ്ങനെ ഒരു ഓർഡർ ഫോളോ. ഇപ്പോൾ സപ്പോസ് 5 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, 1, 2, 3, 4, 5. സോ ആദ്യം 1, 2, 3 ഈ 3 കമ്പയർ ചെയ്ത് നോക്കുക. ഈ 3ലും കൂടി ഏതെങ്കിലും ഒരു കോമൺ ഉണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ പിന്നെ അടുത്ത് ഈ 1, 2 പിടിച്ചിട്ട് 1, 2, 4, 1, 2, 3, 1, 2, 4, പിന്നെ 1, 2, 5. അത് കഴിഞ്ഞിട്ട് 2, 3, 4, 2, 3, 5. അത് കഴിഞ്ഞിട്ട് 3, 4, 5.
ഈ ഒരു കോമ്പിനേഷൻ. പക്ഷേ ജനറലി അതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യം 1-2 പ്രാവശ്യം 3 സ്റ്റേറ്റ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1-2 കോഡ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 2 വെച്ച് ബാക്കിയുള്ളത് കമ്പയർ ചെയ്ത് ആൻസേഴ്സ് കിട്ടാറുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. സോ ഈ ക്വസ്റ്റനിൽ നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുള്ളത് വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. നമുക്കിവിടെ ഇപ്പം നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് എല്ലാത്തിനുള്ള കോഡ് കിട്ടിയായിരുന്നു. ഈ ക്വസ്റ്റൻ നമ്മൾ ചെയ്തപ്പോൾ എല്ലാത്തിനുള്ള കോഡ് കിട്ടിയായിരുന്നു. പക്ഷേ ചില സമയത്ത് നമുക്കിതിപ്പം എല്ലാം കിട്ടിയായിരുന്നു, യെസ്. പക്ഷേ ചില സമയത്ത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. സേ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം കിട്ടി, ഓക്കെ, ഇത്ര എല്ലാം കിട്ടിപ്പോയി. ലാസ്റ്റ്ലി ഈ ബാങ്കിങ് സിസ്റ്റം ഞാൻ അസ്യൂം ചെയ്യാൻ പറയുന്നതാണ് കേട്ടോ. ബാങ്കിങ് സിസ്റ്റം ഇത്രയെല്ലാം കിട്ടി, ബാങ്കിങ് സിസ്റ്റമും കിട്ടിയില്ല, ഇവിടെ ഈ 2 കോഡും ബാക്കിയുണ്ട്. അസ്യൂം ചെയ്യാൻ പറയുന്നതാണ്, ആക്ച്വൽ കറക്റ്റ് ആയിരുന്നല്ല പറയണത്. ഓക്കെ, സോ ബാങ്കിങ് സിസ്റ്റമും കിടപ്പുണ്ട്, 2 കോഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിങ്ങിന് ഏത് കോഡാണ് NA ആണോ TP ആണോ എന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ ആൻസർ എന്താവും? NA ഓർ TP. അതേപോലെ സിസ്റ്റമിൻ്റെ കോഡ് എന്തായിട്ട് വരും? സിസ്റ്റംസിൻ്റെ കോഡ് വീണ്ടും TP ഓർ NA. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഡ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഓപ്ഷൻസിൻ്റെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് ഓപ്ഷനിൽ ഒന്നുകിൽ TP മാത്രമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, NA മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് TP ഓർ NA എന്ന് ആൻസർ വേണം. അതില്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആൻസർ വേണം. സോ സപ്പോസ് ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയാണ് NA, സെക്കൻഡ് ഓപ്ഷൻ പറയാണ് TP, തേർഡ് ഓപ്ഷൻ പറയാണ് MU, ഫോർത്ത് ഓപ്ഷൻ പറയാണ് എന്താണ് ഇവിടെ വേറെ BK, ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് ഓപ്ഷൻ പറയാണ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. സോ ഇവിടെ നോക്ക്, NA മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റില്ല, TP മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ആക്ച്വലി NA ഓർ TP എന്നാണ് വേണ്ടത്. അതില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? cannot be determined മാർക്ക് ചെയ്യും. ഓക്കെ, cannot be determined will be our answer. I hope it's clear. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഫൈൻ, ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും മാത്രമേ നോക്കുന്നുള്ളൂ. ലെറ്റ്സ് സീ ദ റിമൈനിങ് പാർട്ട് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.